1951 മുതൽ 2011 വരെ 60 കൊല്ലത്തിനുള്ളിൽ 5 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളാണ് ഉണ്ടായത്. ഇപ്പോൾ 5 മാസത്തിനുള്ളിൽ 5ാമത്തെ മെഡിക്കൽ കോളേജിലാണ് തറക്കല്ലിട്ടിരിക്കുന്നത്. പാലക്കാട്, കോന്നി, ഇടുക്കി, മഞ്ചേരി, ഇടുക്കി, തിരുവനന്തപുരം, ഇന്നത്തെ ആകുമ്പോൾ 8 മെഡിക്കൽ കോളേജാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാസർഗോഡും വയനാടും ഹരിപ്പാടും 3 മെഡിക്കൽ കോളേജുകളുടെയാണ് ഇനി. അത് യാദൃശ്യമായി എവിടെങ്കിലും ചില പ്രഖ്യാപനങ്ങൾ നടത്തുക, അതനുസരിച്ച് മെഡിക്കൽ കോളേജ് വരല്ല. ഓരോ ജില്ലയിലും കുറഞ്ഞത് ഒരു മെഡിക്കൽ കോളേജ് എങ്കിലും, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എങ്കിലും ഉണ്ടാകണം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ നടപടികളുമായി മുമ്പോട്ട് പോകുന്നത്. ഇനി അവശേഷിക്കുന്ന ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ, അത് പുതിയ മെഡിക്കൽ കോളേജുകളാണോ അതോ മറ്റ് ഏതെങ്കിലും മെഡിക്കൽ കോളേജുകൾ ഏറ്റെടുക്കലാണോ, അതൊക്കെ ഇന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഏതായാലും എല്ലാ ജില്ലകളിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉണ്ടാകും. കാരണം ഇന്ന് ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങളാണ് ജനങ്ങളെ അലട്ടുന്ന ഏറ്റവും വലിയ കാര്യം. നമ്മുടെ കേരളത്തിൽ മറ്റെന്തിനേക്കാളും ജനങ്ങൾ ഇന്ന് വേദനിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട. ഏറ്റവും നല്ല ചികിത്സ ഇവിടെ കിട്ടും, പക്ഷേ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് അത് ലഭ്യമാകുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട്. അതുകൊണ്ട് കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ കേരളത്തിലെ ഏത് കുടുംബത്തിനും കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായിട്ടാണ് മുമ്പോട്ട് നീങ്ങുന്നത്.